ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചേച്ചി ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ പൗഡറാണ് മുഖത്ത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ക്രീമും ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ട് പൗഡറാണ് ശരണം. മേക്കപ്പ് ഒക്കെ ചടപടേന്ന് കഴിയും കേട്ടോ, കാരണം മുഖത്ത് അധികം മിനുക്ക് പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പൗഡർ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ണൊന്ന് എഴുതി കൊടുക്കണം. കണ്ണെഴുതാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. ആദ്യം തന്നെ കാജലും കൊണ്ട് താഴെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പൊതുവെ മുകളിൽ മാത്രമാണ് കണ്ണെഴുതി കൊടുക്കാറ്. താഴെ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മടി കൊണ്ട് ഞാൻ എഴുതാറില്ല. ഇന്ന് ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കണ്ണിങ്ങനെ താഴെ മുകളിലൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നും കൂടെ കണ്ണ് കുറച്ച് വിടർന്നിരുന്നോട്ടെ. പിന്നെ അതേ ഐഷോടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതിയില്ലെങ്കിൽ നമ്മുടെ മുഖം ആകെ ഉറങ്ങിയ പോലെ ഉണ്ടാവും. എത്ര കുളിച്ചിട്ടും കാര്യമില്ല, കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ മുഖം കണ്ട ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്ന പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കണ്ണിൽ ഇതേ ഐഷോടും കൂടെ ഇട്ടെടുത്ത് ഇനി മുകളിൽ കണ്ണെഴുതി കൊടുക്കണം കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ചേച്ചി പെട്ടെന്ന് എഴുതി കഴിയുന്നുണ്ടല്ലോ, അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, സ്പീഡ് മോഡിൽ ഇട്ടതുകൊണ്ടാണ്. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കണ്ണെഴുതി എടുക്കുന്നുള്ളത്. കണ്ണെഴുതലും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മുഖത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കും പൊട്ടും മാത്രമേ ഉള്ളൂ. സാരി ആണെങ്കിൽ ഇന്നലെ തന്നെ അനിയത്തി എനിക്ക് സെറ്റാക്കി തന്നതാണ്. എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല ഗൈസ്. അപ്പോൾ അവൾ ഇന്നലെ രാത്രി വന്നിട്ട് എനിക്ക് പ്ലീറ്റെല്ലാം എടുത്ത് സെറ്റാക്കി തന്നിട്ട് പിന്നെ എന്നെ സഹായത്തിന് ഇന്ന് വേറൊരു അനിയത്തിയും കൂടെ വരും സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ സാരി കളക്ഷൻസും ഇല്ല, സാരി ഉടുക്കാനും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അനിയത്തിമാരുടെ സഹായമാണ് ഇന്ന് ഞാൻ തേടിയിട്ടുള്ളത്. അങ്ങനെ ലിപ്സ്റ്റിക് കൂടെ ഇട്ടെടുത്ത് നമ്മുടെ ബ്ലൗസ് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ, അതുകൊണ്ട് ഗ്രീൻ പൊട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. മുഖത്തെ മിനുക്ക പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കമ്മൽ സെലക്ട് ചെയ്യാം. എൻ്റെതല്ലാത്ത 3 കമ്മൽ ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. 1 നാത്തൂൻ്റെത്, 2 അനിയത്തിയുടേത് കേട്ടോ. ഇതിലേതിടണം എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. ആദ്യം വിചാരിച്ച് ഈ ജിമിക്ക് ഇട്ടാലോ, ഇതിലൊരു ചെറിയ ഗ്രീൻ കല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ ഒരു കമ്മലാണ് എടുത്തത്. ഇത് കുഴപ്പമില്ലായിരുന്നു, മുഖം നന്നായിട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അത്ര വലിയ കമ്മലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ഇങ്ങനെ മേക്കപ്പ് ലുക്കൊന്നും ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നു. പിന്നെ ഈ ഒരു കുഞ്ഞ് ജിമിക്കായിരുന്നു കേട്ടോ. വള 2 ഒറ്റവളയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതും നാത്തുവിൻ്റെയാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ അവസാനം കമ്മൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സാരിയെല്ലാം ഉടുത്ത് സെറ്റായി വരട്ടെ, എന്നിട്ട് ഏതാണോ മാച്ചാവുന്നത് അത് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ സാരിയെല്ലാം ഉടുത്തിട്ടുണ്ട്. അനിയത്തി നല്ല എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചടപടയെന്ന് സാരി ഉടുത്ത് കഴിഞ്ഞിട്ടോ. മുടി നമ്മൾ കെട്ടിയിട്ടുള്ളത് എല്ലാം കൂടെ പിടിച്ചൊരു വടയെല്ലാം വെച്ച് സെറ്റാക്കി പുറകിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. മുല്ലപ്പൂ മീഷോന്ന് വാങ്ങിയ ഡ്യൂപ്ലിക്കേറ്റ് മുല്ലപ്പൂവാണ്. ഇപ്പോഴത്തെ നമ്മൾ സാധാരണ ഒറിജിനൽ മുല്ലയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്, നല്ല വിലയുമാണ്. ഈ ഒരു ഷൂട്ടിനൊക്കെ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ വെറുതെ കളയല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലത് ഈ ഒരു മീഷോൻ്റെ മുല്ലപ്പൂവാണ്. അതാകുമ്പോൾ നമുക്ക് ഓരോ മേക്കപ്പ് ലുക്കിനും എടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ മേക്കപ്പ് ലുക്കിൽ ഈ ഒരു മുല്ലപ്പൂ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലേ ലാഭം. അങ്ങനെ മാല ദേ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ മാലയൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അനിയത്തിനോട് ചോദിക്കുന്നുണ്ട്, കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സംശയമാണ് എനിക്ക്. ഇനി കമ്മലാണ് ഏറ്റവും വലിയ സംശയം. ലാസ്റ്റ് നമ്മൾ ഈ മാലേൻ്റെ തന്നെ കമ്മലുണ്ട് ജോഡിയായി വരുന്നത്, ആ കമ്മൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. 2-3 ഓപ്ഷൻ നമ്മളെ മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അത് വെച്ച് നോക്കുന്നു, കുറേ ഇത് വെച്ച് നോക്കുന്നു. അവസാനം ഞാൻ ആ മാലയുടെ തന്നെ സെറ്റ് കമ്മൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അനിയത്തിനോടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേണോ ഇത് വേണമെന്ന്. ചെറിയ രീതിയിൽ മഴയൊക്കെ വരുന്ന പോലെ ഉണ്ട് കേട്ടോ, ഇരുണ്ട് മൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ എടുത്തേമേ ഇതെല്ലാം കെട്ടി ഒരുങ്ങി വന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റാണ്ടാവോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ഒരുങ്ങിയിട്ട് നമുക്ക് കുഞ്ഞിപ്പോൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു സമയം നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ സാരി എനിക്ക് റിക്കർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി സാരിയാണ്. അങ്ങനെ ദേ നമ്മുടെ ഫുൾ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുറവും കൂടെ ഉണ്ട്, ചന്ദനം തൊട്ടിട്ടില്ല കേട്ടോ. ചന്ദനം കൂടെ തൊട്ട് കൊടുക്കണം. വള 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചന്ദനം കൂടെ തൊട്ടിട്ട് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു കനാലുണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയുള്ള നടത്താണ്. റോഡിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അനിയത്തിയും കൂടെയാണ് പോകുന്നത് കേട്ടോ. ഒരുങ്ങിയിട്ട് കൊള്ളാവാന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഫുൾ ലുക്ക് വന്നിട്ട് ഞാൻ കനാലിൻ്റെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. പറ്റിൻ്റെ പുറകില് നമ്മുടെ ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ല കേട്ടോ. ഇത്ര വലിയ മാലയും കമ്മലൊന്നും ഇട്ടിട്ടില്ല. ഒളിച്ചോടി വിവാഹമായിരുന്നു, അതുകൊണ്ട് ആർഭാടങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നവരെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.